നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഒരു കാര്യം, ഒരുമിച്ച് താമസിക്കുന്നൊക്കെ കൊള്ളാം. പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ കഴിഞ്ഞോളണം. കേട്ടല്ലോ? ശരിയല്ലേ? അഭിയരുന്നതിയും ഇന്നലെ വീട്ടിലേക്ക് പോയതാ. അങ്കിളിനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഈ പറഞ്ഞ പോലെ അവിടെയും പ്രതാപ് മാത്രമല്ലേ നിങ്ങളെ മനസ്സിലാക്കുന്നുള്ളൂ. എല്ലാം ശരിയാവും. എന്നാ പിന്നെ ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. കഴിച്ചിട്ട് പോവാട്ടാ. വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ഗായത്രി, ടെൻഷനൊന്നും വേണ്ട. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ജാനകി വിളിച്ചോളും. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരിയെന്നാ, വരട്ടെ. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഈശ്വര, എന്റെ കുഞ്ഞിനെ നീ തന്നെ കാത്തോണേ. ഹലോ ഭാവന, ഇത് ഞാനാ, മഹേന്ദ്ര ശർമ്മ. മനസ്സിലായി. എന്താ നിങ്ങൾ വിളിച്ചത്? അതെന്താ ഭാവന, ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് അറിയില്ലേ? അറിയാം. അതിനിങ്ങനെ എന്നെ വിളിക്കണമെന്നില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഭാവന ഭാവനയുടെ വീട്ടിലല്ലെന്നും സൂര്യയുടെ വീട്ടിലാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ കാര്യങ്ങൾക്ക് വേഗം തീരുമാനമെടുക്കാൻ പറ്റുമല്ലോ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്ന് മാനസയോട് ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതിനൊക്കെ അതിൻ്റെതായ ഒരു രീതികളുണ്ട്. ഭാവന, ദിവസങ്ങൾ കഴിയുന്തോറും ഞങ്ങളുടെ മകന്റെ വേർപാട് ഞങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എത്രയും വേഗം അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. നിങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കിവിടെ പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അല്പം കൂടി ക്ഷമിച്ചേ പറ്റൂ. എത്ര വേണമെങ്കിലും ക്ഷമിക്കാൻ ഭാവന. പക്ഷെ ഞങ്ങളുടെ മോൻ മടങ്ങി വരുന്ന ഉറപ്പ് കിട്ടണം. അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? വീട്ടിൽ നിൽക്കേണ്ടിയിരുന്ന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ നിങ്ങളിങ്ങനെ ധൃതി വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? സോറി ഭാവന, ഇനി ഞങ്ങൾ ഭാവനയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ ഞങ്ങളുടെ മോനെ കണ്ടെത്താൻ ഭാവനയുടെ സഹായം ഞങ്ങൾക്ക് വേണം. മാനസയ്ക്ക് നിങ്ങളുടെ മകൻ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളുടെ മകനെ ഇവിടെ കൊണ്ടുവരും.